മലബാറിൻ്റെ മലയാറ്റൂർ എന്ന് വേണമെങ്കിൽ വിളിക്കാം പുഞ്ച ഇടവകേനെ. വിശുദ്ധ തോമാസ് ലീഗയുടെ നാമധേയത്തിലുള്ള ഈ പള്ളിമുറ്റിൽ നോക്കിയാൽ കാണുന്ന ആ മലനിരകൾ നാളെ വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളുമായി ചവിട്ടിക്കയറാൻ പോകുന്ന പുണ്യമായ കുരിശുമലയാണ്. ഓരോ കല്ലിലും ഓരോ മണ്ണിലും വിശ്വാസത്തിൻ്റെ പാടുകൾ പതിയാൻ പോകുന്ന പുണ്യനിമിഷങ്ങളാണ് നാളത്തെ ദുഃഖവെള്ളി. പീഡാനുഭവ സ്മരണകളുമായി വിശ്വാസികൾ കുരിശുമല കയറാൻ എത്തുന്നതിന് മുമ്പേ ആ കുരിശടി ചായം പൂശി വൃത്തിയാക്കാൻ വേണ്ടി ഒരുങ്ങി നമ്മുടെ പ്രിയപ്പെട്ട ഇടവകയിലെ കുറച്ച് യുവാക്കൾ. പൊടിയും അഴുക്കും മാറ്റി കുരിശടിയെ കഴുകി വൃത്തിയാക്കി പുതിയ നിറം നൽകി. കയറ്റങ്ങൾ അവസാനിക്കുന്നത് ഈ കുരിശിൻ്റെ ചോട്ടിലാണ്. ഇവിടെ എത്തുമ്പോൾ വഴിയിലെ തളർച്ചയും വിയർപ്പും വെറുമൊരു ഓർമ്മ മാത്രം. മരുന്നുകൾക്ക് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത വേദനകളും രോഗങ്ങളും മാറ്റാൻ ചിലർ ഇവിടേക്ക് വരാറുണ്ട്. കണ്ണീരോടെ അവരെല്ലാം ഈ കുരിശടിയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അവർക്കൊരാശ്വാസമാണ്. നാളത്തെ ദിവസം ദുഃഖവെള്ളിയാഴ്ച കാൽവരി മലയിലെ ആ വലിയ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കുവാൻ വിശ്വാസികൾ ഈ വഴിയെ വന്നെത്തും. നാളത്തെ ആ ദിവസത്തിനായി വഴിയൊരുക്കുകയാണ് ഇവിടെ കുറച്ചുപേർ. ഇത് സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഷയാണ്. തളരാത്ത മനസ്സുമായി ഭക്തിയുടെ നിറവിൽ അവർ ഓരോ കല്ലും മണ്ണും നീക്കുമ്പോൾ അതൊരു വലിയ സമർപ്പണമായി മാറുന്നു. ഈ വെയിലിൻ്റെ ചൂടേറ്റ് തളരുമ്പോഴും അവർ പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് ജയിക്കുന്ന ഇവർ നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. വിശ്വാസമെന്നത് ഹൃദയത്തിൽ മാത്രമല്ല, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലുമാണെന്ന്. നാളെ നിങ്ങൾ കുരിശടിയിലെത്തുമ്പോൾ ഈ തെളിഞ്ഞ പാതയിലൂടെ നടക്കുമ്പോൾ ഒന്നോർക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ സുഗമമാക്കാൻ വിയർപ്പൊഴുക്കിയ ഈ വലിയ മനുഷ്യരെ. ശുദ്ധമായ മനസ്സോടും ഒരുക്കത്തോടും ഈ കുരിശടിയിൽ സന്ദർശനം നടത്തുമ്പോൾ നിങ്ങൾ ഓരോ വിശ്വാസികളും ആ വലിയ ത്യാഗത്തിൻ്റെ ഫലം ലഭിക്കട്ടെ എന്ന് അവർ വിചാരിച്ചു കാണും. പുണ്യപാത ഒരുക്കി വിശ്രമമില്ലാതെ അവർ അടുത്ത കർമ്മത്തിലേക്ക് കടക്കുകയാണ്, നാളത്തെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക്. സേവനവും കരുതലും കൈകോർക്കുന്ന ഈ നിമിഷങ്ങൾ നമുക്കേവർക്കും വലിയൊരു മാതൃകയാകട്ടെ. പ്ലേറ്റ് എത്രയാ? ആ